Hey guys, welcome back. Madhav sir is here. So, പക്ക പ്രഡിക്ഷൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലേക്ക് മാധവ് സാറ് എല്ലാവരെയും സ്വാഗതം ചെയ്തു. സോ പൊളിക്കല്ലേ, പൊളിച്ചെടുക്കല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോഴും നമ്മുടെ ചാനലിൽ 5th കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ദെൻ 6th അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ മെസ്സേജ് അയച്ചില്ല, ഒരു കുഴപ്പമില്ല മക്കളെ. ആദ്യം നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് അയച്ചിട്ടാൽ മതി. ഇപ്പോൾ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട. ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ, അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചിട്ട് കേട്ടോ. സോ വി ക്യാൻ മൂവ് ടു ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സീരീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾ മാറുമറയ്ക്കുന്നതിന് വേണ്ടി നടത്തിയ സമരമാണ് ഡാഷ്. In a southern Travancore in the early 19th century, the dash is a protest for women to cover their breast. ഏതാണ് ആൻസർ ആയി വരിക? യെസ് പറയടാ പോരട്ടെ. മേൽമുണ്ട് സമരം. ഏതാണ് മേൽമുണ്ട് സമരം? മേൽമുണ്ട് സമരം എങ്ങനെ പറയാം? യെസ്, മേൽമുണ്ട്. മേൽമുണ്ട് സമരം. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്താണ് ജനാധിപത്യം? വാട്ട് ഈസ് ഡെമോക്രസി? ഉറപ്പാണ്. 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കുകയെ നോട്ട് ചെയ്തോ, മാർക്ക് ചെയ്ത് വെച്ചോ. എന്താണ് ജനാധിപത്യം? വാട്ട് ഈസ് ഡെമോക്രസി? എങ്ങനെ എഴുതാം? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വഴിയോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. Democracy is a system in which the people make a decision about administrative matters directly or through representative they choose. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ വഴിയോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ഇത് ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആകട്ടോ. 3 മാർക്കിന് ചോദിക്കുകയെ നോട്ട് ചെയ്ത് വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. Then next one, ജനാധിപത്യ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ? What are the characteristics of democratic system of government? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമാധികാരം. യെസ്, നമുക്കറിയാം അല്ലെ. സ്വാതന്ത്ര്യവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് ഗവൺമെന്റിനെ വിമർശനത്തിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം. ദെൻ നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. ദെൻ ജനങ്ങളുടെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താമാധ്യമങ്ങൾ. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ് ജനാധിപത്യ ഭരണ സംവിധാനത്തിന് സവിശേഷതകളായി പറയുന്നത്. പോയിന്റ് ആയിട്ട് എന്താണ് എഴുതിയിട്ടുണ്ട്. പഠിച്ചെടുക്കുക. ടെക്സ്റ്റിലുണ്ട്, പഠിച്ചെടുക്കുക, നോട്ട് ചെയ്ത് വെക്കുക. സോ ദെൻ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ്. എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം? വാട്ട് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? എങ്ങനെ എഴുതാം? വാട്ട് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? എങ്ങനെ എഴുതാം? എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും. സോ 6ാം ക്ലാസ്സിലെ മക്കളെ നോക്കിക്കോ. അല്ല, 6ാം ക്ലാസ് അല്ല, നമ്മുടെ 5ാം ക്ലാസ്സിലെ മക്കളെ നോക്കിക്കോ. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നാൽ എന്താ? എങ്ങനെ എഴുതാം? യാതൊരു വിവേചനവുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശം എന്നത് പ്രായം 21 ആയിരുന്നു. ശേഷം ഇപ്പോൾ അത് 18 വയസ്സായിരിക്കുന്നു. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് റെഫർ ടു ദ റൈറ്റ് ഓഫ് all person of a certain age to vote in election without any discrimination. Until 1989, the voting age in India was 21 years. Now it is 18 years. ഇപ്പോൾ എന്താണ്? 18 വയസ്സ് പൂർത്തിയായ ഏതൊരു വ്യക്തിക്കും എന്ത് രേഖപ്പെടുത്താൻ? വോട്ട് രേഖപ്പെടുത്താനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. Why do stars? Next, important. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 or 4 മാർക്കിന് പ്രതീക്ഷിക്കുന്ന ഒരു മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. ഹംബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. Why do stars
very small when we view from the earth. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ഒന്നാണ്. ഏത് എന്തുകൊണ്ടാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ വളരെ ചെറുതായി കാണപ്പെടുന്നത്? Stars are giant celestial bodies that are luminescent and emit heat and light. They appear very small to us because they are located very far away from the earth. Even though many stars are away much larger than the sun appears larger only because it is closest stars to our planet. നമ്മുടെ പ്ലാനറ്റിനോട് ഏറ്റവും അടുത്തുള്ള വലിയ സ്റ്റാർ എന്നത് സൂര്യനാണ്. പക്ഷെ സൂര്യനേക്കാളും വലിയ സ്റ്റാർ ഉണ്ട് ഇവിടെ. പക്ഷേ അവ വളരെ കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ ലക്ഷം കിലോമീറ്റർ കണക്കിന് ദൂരെയാണ്. അതുകൊണ്ടാണ് അവയെ നമ്മൾ ചെറുതായി കാണുന്നത്. നക്ഷത്രങ്ങൾ പ്രകാശം പുറപ്പെടുന്ന ഭീമാകാരമായിട്ടുള്ള ആകാശഗോളങ്ങളാണ്. അവ ഭൂമിയിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്നതിനാലാണ് നമുക്ക് വളരെ ചെറുതായി തോന്നുന്നത്. പല നക്ഷത്രങ്ങളും സൂര്യനേക്കാൾ വലുതാണെങ്കിലും സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രത്തിനാലാണ് അത് വലുതായി കാണപ്പെടുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ സെറ്റാണ്. അങ്ങനെയെങ്കിൽ 2026 5ാം ക്ലാസ്സിലെ SS-ന്റെ മക്കളെ നോക്കിക്കോ, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഏത്? എക്സ്പ്ലെയിൻ വൈ സ്റ്റാർസ് ട്വിങ്കിൾ വെൻ വി വ്യൂ ഫ്രം ദ എർത്ത്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത് എന്തുകൊണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരുന്നതാണ്. എങ്ങനെ എഴുതാം? ലൈറ്റ് emit from stars travel in a straight line. However, as the light passes through the Earth's atmosphere, it is constantly deflected. Therefore, when we look at them from the earth, the star seems to twinkle. എങ്ങനെ പറയാം? നക്ഷത്രങ്ങളിൽ നിന്നുള്ള പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ പ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ തുടർച്ചയായ വക്രീകരണത്തിന് ഡിഫ്ലക്ഷന് വിധേയമാകുന്നു. അതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായി നമ്മൾക്ക് തോന്നുന്നത്. സോ മാധവ് സാർ ഇസ് ഹിയർ. പൊളിച്ചെടുക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. Why is the earth seen as blue sphere from the space? ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീലഗോളമായി കാണുന്നത് എന്തുകൊണ്ട്? Why is the earth seen blue sphere from the sky? എന്തുകൊണ്ടാണ് ഇവ നീല നിറമായി തോന്നുന്നത്? നമുക്ക് എങ്ങനെ പറയാം? The earth is seen as a blue sphere because water is the most common feature on the globe. Approximately 71% of Earth's surface is covered by water, which gives it this distinctive blue color in space images. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ളത് വെള്ളമായതിനാലാണ് അത് നീല നിറത്തിൽ കാണപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ഏകദേശം 71% ജലത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതാണ് ബഹിരാകാശത്തു നിന്നുള്ള ചിത്രങ്ങളിൽ ഭൂമിക്ക് നീല നിറം നൽകുന്നത്. Then the next important and questions is this: what are the characteristics of tropical desert? ഉഷ്ണമേഖലാ മരുഭൂമികളുടെ സവിശേഷതകൾ എന്തൊക്കെ ഒന്നൊരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരുമേ. നോട്ട് ചെയ്തു വെച്ചോ, മാർക്ക് ചെയ്തു വെച്ചോ, ഇപ്പോൾ തന്നെ പഠിച്ചോ. എന്താണ് ഉഷ്ണമേഖലാ മരുഭൂമി പ്രദേശത്തുള്ള അവയുടെ സവിശേഷതകൾ എന്തെല്ലാം? ട്രോപ്പിക്കൽ ഡെസേർട്സ് ഫീച്ചേഴ്സ് large areas of sand and dunes. They experience very high temperature during the day and very low temperature at the night. These regions have very little rainfall, dry winds, and severe water scarcity. അങ്ങനെ പറയാം, വിശാലമായ മണൽക്കുന്നുകളുമാണ് മരുഭൂമികളുടെ പ്രത്യേകത. പകൽ സമയത്ത് കഠിനമായ ചൂടും രാത്രിയിൽ കഠിനമായ തണുപ്പും ഇവിടെ അനുഭവപ്പെടുന്നു. വളരെ കുറഞ്ഞ മഴ, വളരെ വരണ്ട കാറ്റ്, കടുത്ത ജലക്ഷാമം എന്നിവയാണ് മറ്റ് സവിശേഷതകൾ. ഇവിടെയുള്ള മറ്റ് സവിശേഷതകൾ. Then next important one, what
is what is objective of the Harida Kerala mission? സാറ് പാഠമെടുത്തപ്പോൾ തന്നെ പറഞ്ഞതാ ഇതിൽ നിന്ന് ഫൈനൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വരുമേ എന്നത് മക്കളെ ശ്രദ്ധിച്ചോ, എന്നാ പിടിച്ചോ. ഏതാ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഹരിത കേരള മിഷൻ? ഹരിത കേരള മിഷൻ എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? This scheme implemented by the government of Kerala aim to protect or control activities causing climate change and protect the environment. It focuses on soil and water conservation, sanitation, waste management and organic agriculture. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനുമായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നമ്മുടെ ഹരിത കേരള മിഷൻ എന്നത്. മണ്ണ്, ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നിവയ്ക്കാണ് ഇത് മുൻഗണന കൊടുക്കുന്നത്. സെറ്റ്. Then next one, what are the ice blocks house built by the Inuit people called? ഇന്യൂട്ടുകൾ മഞ്ഞുകട്ടകൾ കൊണ്ട് നിർമ്മിക്കുന്ന വീടുകളെ എന്ത് പേരിൽ വിളിക്കുന്നു? യെസ് വി നോ, ഇഗ്ലൂ എന്ന പേരിൽ വിളിക്കുന്നു. ഓർമ്മയുണ്ടല്ലോ ഏത് പിക്ചർ? യെസ്, ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹൗസ് അല്ലേ? എന്തുകൊണ്ട്? ഐസ് ബ്ലോക്സ് കൊണ്ട്, ഐസ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ഈ ഒരു വീടിനെയാണ് എന്ത് പേരിൽ വിളിക്കുന്നത്? ഇഗ്ലൂ എന്ന പേരിൽ വിളിക്കുന്നത്. Then the next question, explain the importance of POCSO Act 2012. 2012 പോക്സോ നിയമത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കുക. The protection of children from sexual offense is the full form of POCSO. Act was enacted to protect children from sexual assault regardless of gender. It was implemented by the government of India following the recommendation of the UN Convention on the Right of Children. ലിംഗഭേദമന്യേ കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച നിയമമാണ് ഏത്? പോക്സോ ആക്ട് എന്നത്. UN ശിശുവികാസ കൺവെൻഷന്റെ ശുപാർശ പ്രകാരം അംഗീകരിച്ചുകൊണ്ട് ഭാരത സർക്കാരാണ് ഈ നിയമം നടപ്പിലാക്കിയത്. സെറ്റാണ്, പവർഫുൾ ആണ്. Then next one, what are the functions of Supreme Court and High Court? ഹൈക്കോർട്ടിന്റെയും സുപ്രീം കോർട്ടിന്റെയും ഫങ്ഷൻസ് എന്തൊക്കെ? സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഫങ്ഷൻസ് എന്തൊക്കെ എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു പിരമിഡ് ശ്രേണി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ ആൻസർ ചെയ്യാം? The hierarchy starts with the Supreme Court. സുപ്രീം കോർട്ടാണ് എന്താ വലുത് കേട്ടോ. സുപ്രീം കോർട്ട് in New Delhi. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ന്യൂ ഡൽഹി. Below it are the High Court. Example, High Court എവിടെയുണ്ട്? കേരളത്തിലെ ഹൈക്കോർട്ട്, കേരള ഹൈക്കോർട്ട് ഓഫ് കേരള. ഹൈക്കോർട്ട്, നമ്മുടെ ഹൈക്കോർട്ട് എവിടെയാ? എറണാകുളത്താണ് കേട്ടോ. എറണാകുളത്താണ്. നോട്ട് ചെയ്തോ, മാർക്ക് ചെയ്തോ. These are followed by, അതിനുശേഷം എന്താണ്? ഡിസ്ട്രിക്ട് കോർട്ടുകളുണ്ട്. അതിന് താഴെയാണ് സെഷണൽ കോർട്ടുകൾ ആൻഡ് ദ ലോക്കൽ ലെവൽ. ഏറ്റവും മുകളിൽ സുപ്രീം കോടതി എവിടെയാ? ന്യൂഡൽഹി. ദെൻ അതിന് താഴെ സംസ്ഥാന തലത്തിൽ ഹൈക്കോടതികൾ, ഉദാഹരണമായി കേരള ഹൈക്കോടതി. തുടർന്ന് ജില്ലാ കോടതികളും പ്രാദേശിക തലത്തിൽ സെഷൻസ് കോടതികളും വരുന്നു. സോ ദിസ് ഈസ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഫങ്ഷൻസ്. ഓക്കെ, റെഡിയാണോ? Then who has the power to resolve disputes and impose penalties in legal system? നിയമവ്യവസ്ഥയിൽ തർക്കങ്ങൾ പരിഹരിക്കാനും ശിക്ഷകൾ നടപ്പാക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? യെസ് വി നോ, കോടതികൾ അഥവാ കോർട്ടുകൾക്കാണ് ഈ ഒരു അധികാരമുള്ളത്. സോ these are the prediction series from my side, Madhav sir's side. So all you guys please go to the live and see most important parts from this on. So bye bye, see you in the next live session. Bye guys.